എന്തോന്ന് ഇടപിങ്കല ബാലൻസിങ് ആണ്. അതായത് ഇടതുകല എന്ന് പറയുന്നതിന് സിമ്പിൾ എന്തോന്ന് മൈനസ് എന്തോന്ന് ഇടകല പിങ്കല സൂര്യകലയ്ക്ക് പ്ലസ്. ഇപ്പം നിങ്ങൾക്ക് ഇടകല പിങ്കല ഇപ്പം നിങ്ങൾക്ക് ഇടകല വേണമെങ്കിൽ ഒരു 45 ഇരിക്കും. എന്തോന്ന് 45 ഇരുന്നാൽ പിങ്കല 55 ഇരിക്കും. അപ്പോൾ ടോട്ടൽ എത്ര 100 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടകല വന്ന് 40 ഇരിക്കും പിങ്കല. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഇംബാലൻസിൽ ഈ ഇംബാലൻസ് ഓവറാ പോകുമ്പോൾ പക്കവാദം എന്തോന്ന് ഹെമിപ്ലജിയക്കാർക്ക് ഹെമിപ്ലജിയ എന്ന പക്കവാദം. ഒരു കയ്യിലും കമ്പും കൊണ്ട് ഇങ്ങനെ ഊന്നി പോകുന്നല്ലോ. അവരുടെ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഇതാണ്. നിങ്ങൾ ന്യൂറോളജി ഡോക്ടറിന് ഇത് അറിഞ്ഞുകൂടാ. ദ പ്രോബ്ലം സ്റ്റാർട്ട്സ് വിത്ത് ഇംബാലൻസ് ഇൻ ബ്രീതിങ് ഓൺ വൺ സൈഡ്. ഞാൻ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇടതുപക്കം ഉള്ളവനാ ഇടതുപക്കം കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കും. ശ്വാസം ഇങ്ങനെ ചെക്ക് ചെയ്താൽ അവർ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഇടതുകല ബ്ലോക്കിങ്ങിലാണ് ഹെമിപ്ലജിയ. ഇടതുകല അല്ല വലതുകല അവിടെ ബ്ലോക്കാണെങ്കിൽ സാധാരണ ഇടതുകല വരാൻ കാരണം എല്ലാവരും ഇടതുപക്കമാണ് കൂടുതൽ ഉറങ്ങുന്നത്. കാരണം ഇടതുപക്കം ചരിഞ്ഞിടന്ന് ഉറങ്ങിയാൽ ഉറക്കം സുഖമായിരിക്കും. എന്തോന്ന് അപ്പോൾ അത് ഓവറായി ഉറങ്ങാൻ പാടില്ല. അത് ഇനി ബാലൻസ് ചെയ്യണം. മുളിപ്പ് വരുമ്പോഴൊക്കെ വലതുപക്കം കിടക്കണം. അപ്പോൾ ഒരേ പക്കം കിടക്കുന്നുണ്ട് ഒരു നാഡി അടയുമ്പോൾ എന്തായത് അവിടെ ഉള്ള ആസ്ട്രൽ എനർജി ഫ്ലോ ബ്ലോക്ക് ആവും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നെർവസ് സിസ്റ്റത്തിൽ എനർജി വന്ന് ബ്ലോക്ക് ആവും. കാരണം വെച്ചാൽ 96 നാഡി ചാനൽ 4 പിരിക്കും. എന്തെന്ന് 4? ഒന്ന് ഇടതുകല, ഒന്ന് സുഷുമ്ന, അടുത്ത ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം അതുകൊണ്ട്. അപ്പോൾ 1/3 നിയർലി 1/3 നിങ്ങൾക്ക് ഇത് വരുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ അത് വന്ന് ഇടകലയിൽ എങ്ങനെയും ഒരു എത്ര ഒരു 20-25 നാഡി ചാനൽ ഇടതുകലയിൽ കണക്റ്റ് ആയിട്ടുണ്ടല്ലോ. 96 നാഡി ചാനൽ വിൽ ബി റീഗ്രൂപ്ഡ് ഈക്വലി ആൻഡ് ഇടകല കുറച്ച്, പിങ്കല കുറച്ച്, സുഷുമ്ന കുറച്ച്, അടുത്ത് മിഡ് ബ്രെയിൻ. അപ്പോൾ നിങ്ങൾക്ക് ഇടതുകല ബ്ലോക്ക് ആകുമ്പോൾ അതോടെ ചേർന്ന നാഡി ചാനൽ ബ്ലോക്ക് ആവും. അപ്പോൾ ബ്ലോക്ക് ആകുമ്പോൾ എന്ത് ചെയ്ത് ഇതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് മറ്റേ ഹെമിപ്ലജിയക്കാർക്ക് യോഗ ആൻഡ് വർമ്മ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. യോഗ, വർമ്മ ആൻഡ് കുറച്ച് സിദ്ധ ഹെർബൽസ്. അപ്പോൾ അതിലെന്തെന്ന് വെച്ചാൽ അവർക്ക് ഏത് സൈഡ് അടപ്പോ അവിടെ വന്ന് ഉച്ചയ്ക്ക് ഓപ്പൺ ചെയ്ത് പ്രാണായാമം ചെയ്യാൻ പറയും. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വന്ന് നമ്മുടെ ന്യൂറോളജിക്കാർ പഠിക്കേണ്ടതാണ്. പക്ഷേ അവർ പഠിക്കില്ല. ഞങ്ങൾ ഡോക്ടറാണ്. അതൊന്നും ഞങ്ങൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ എന്തിനാ ഇങ്ങനെ മനസ്സിലായില്ലേ? വിവരമുള്ളവർ പഠിക്കുന്നു. ന്യൂറോളജിക്കാരനൊക്കെയാണ് ഇത് ഇമ്പോർട്ടൻ്റ്. അവരുടെ സിലബസിൽ ഇതില്ല. ഹെമിപ്ലജിയ വരുന്നത് സ്റ്റാർട്ടിങ് പോയിൻ്റ് ബ്രീതിങ് ബ്ലോക്ക്. അതിന് ശരിയായാൽ ഹെമിപ്ലജിയ ശരിയാകും. രണ്ടാമത് ഐയിൽ കണക്ഷൻ, ഹെഡ് റൊട്ടേഷൻ, ഐബാൾ റൊട്ടേഷൻ. രണ്ടാമത് വാദമല്ലേ, നെർവസ് സിസ്റ്റത്തിൻ്റെ ഉള്ള ബാധിപ്പ്. വാദം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലേ. നിങ്ങൾ അലോപ്പതി പഠിച്ചു. പക്ഷേ ഇന്ത്യയിൽ അതവിടെ കൂടുതലുണ്ടല്ലോ. അവർ പഠിച്ചതെക്കാട്ടിലും കൂടുതൽ നോളജ് ഇന്ത്യയിലുണ്ട്. അത് എവിടെ ഇരിക്കുന്നത്? അതാണ് വാദം. ന്യൂറോ സർജൻസ്, ന്യൂറോ സയൻസിൽ റിസർച്ച് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് വർമ്മ പഠിക്കണം. ഇതൊന്ന് അപ്പോൾ അതിൽ വർമ്മയിൽ സിദ്ധവൈദ്യത്തിന് വാദം, പിത്തം, കഫം, അതിൻ്റെ ശേഷം ഇത് മേഹം പ്ലസ് ശൂല. അപ്പോൾ നിങ്ങൾക്ക് പക്കവാദം എന്ന് പറഞ്ഞാൽ വാദത്തെ നെർവസ് സിസ്റ്റം ഇതൊന്ന്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഏത് പക്കം കുറവോ അവിടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. അപ്പോൾ അത് നിവാരണം ചെയ്യണം. 1. രണ്ടാമത് ശൂല എന്ന് പറഞ്ഞാൽ പെയിൻ, ആൾ കൈൻഡ്സ് ഓഫ് പെയിൻ. വാദശൂല എന്ന് പറഞ്ഞാൽ പെയിൻ ഡ്യൂ ടു പെയിൻ ഇൻ ദി നെർവസ് സിസ്റ്റം, ജോയിൻ്റ് പെയിന്. നെർവസ് സിസ്റ്റത്തിൽ വരുന്ന പേര് വാദശൂല. അടുത്ത യൂറിനോ ജെനിറ്റൽ സിസ്റ്റത്തിൽ വരുന്ന പേര് മേഘശൂല. വയറ്റ് വലി, ഇത് ലാർജ് ഇൻറ്റസ്റ്റൈൻ വലി എല്ലാം പിത്തശൂല. എന്തോന്ന് ശൂല മീൻസ് പെയിൻ. അപ്പോൾ ഇതൊക്കെ ന്യൂറോ സർജന് വേണമല്ലോ. ന്യൂറോ സർജന് പെയിൻ റിപ്പോർട്ട് ചെയ്യുന്ന നെർവല്ലേ. ഇതിൻ്റെ ബേസിക് പഠിച്ചാൽ അവർ അതേയും കൂടെ സജസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് റിലീഫ് കിട്ടും. അത് വാദക്കാരനൊക്കെ ഇത് ചൊല്ലുമ്പം അതേസമയം ഒരു ദിവസത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് 6 to 6 വെച്ചാൽ ഫസ്റ്റ് 4 hours എന്തോന്ന് വാദം 6
ഫസ്റ്റ് 6 to 10 വാദം. ഇപ്പോൾ 10 to 4 വന്ന് 2 മണി വരെ പിത്തം, 2 മണിയിൽ നിന്ന് 4 മണി വരെ 6 മണി വരെ കഫം. ഇത് അറിയണം. ന്യൂറോ സർജൻ ഷുഡ് നോ ആൻഡ് അതർ ഡോക്ടേഴ്സ് ഷുഡ് ആൾസോ നോ. മനസ്സിലായോ? അപ്പോൾ ഇന്ന് വാദം വന്ന് വാദത്തെ കറക്റ്റ് ചെയ്യാൻ പ്രാണായാമമുണ്ട്. വാദം 10 മണിക്കൂർ 6 to 10 വാദം. പക്ഷേ അത് ഉച്ചയ്ക്ക് നിങ്ങൾ പ്രാണായാമം ചെയ്താൽ ഈ വാദം ക്യാൻസലാവും. ചെഞ്ചിറ് കാലയിൽ ചെയ്തിടിൽ പിത്തം വരും. പ്രാണായാമം കാലത്ത് ചെയ്താൽ പിത്തം കുറയും. എന്തോന്ന്? അപ്പോൾ പ്രാണായാമം ഇത് ഏതെങ്കിലും രവിശങ്കറോ വേറെ ആരും പറയുന്നുണ്ടോ? പറയുന്നില്ലല്ലോ. പ്രാണായാമം എപ്പോൾ ചെയ്യും? എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എന്തോന്ന്? എപ്പോൾ വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നത് അതിൻ്റെ സീക്രട്ട് വർമ്മയിലും സിദ്ധവൈദ്യത്തിലാണ് ഇരിക്കുന്നത്. ചെഞ്ചിറ് കാലയിൽ ചെയ്തിട്ട് പിത്തം ജാസ്തിயாக ഉള്ളവൻ കാലത്ത് പ്രാണായാമം ചെയ്യുക. പിത്തം വിൽ ബി ന്യൂട്രലൈസ്ഡ്. എന്തോന്ന്? ഇപ്പോൾ പിത്ത റിലേറ്റഡ് ഡിസീസ്, പ്രഷർ, എന്തോന്ന്, ആൾക്കൈൻസ് ഓഫ് പ്രഷർ, ഹാർട്ട് പ്രോബ്ലം, ഇത് ഇങ്ങനെ വരുന്നതെല്ലാം പിത്തം കണക്ക്. ഡൈജസ്റ്റീവ് പ്രോബ്ലം, വയറ്റ് വലി, ഇതൊക്കെ പിത്തം. എന്തോന്ന്? അപ്പോൾ ചെഞ്ചിറ് കാലി പിത്തം ദേഹത്തിൽ അധികമാവുള്ളവൻ കാലത്ത് പ്രാണായാമം ചെയ്ത് അവന് ഭയങ്കര റിലീഫ് കിട്ടും. വഞ്ചക വാദമാറും മധ്യാഹ്നത്തിൽ. ഉച്ചയ്ക്ക് പ്രാണായാമം 10 നിന്ന് 2 വരെ വാദക്കൂറുള്ളവർ മാത്രം തന്നെ ചെയ്യാൻ പാടുള്ളൂ, മറ്റവർ ചെയ്യാൻ പാടില്ല. അപ്പോൾ വാദക്കൂറുള്ളവർക്ക് നെർവസ് സിസ്റ്റത്തിൽ എല്ലാ പിടുത്തങ്ങളും എനർജി ഫ്ലോ ഇല്ലാതെയുണ്ട്. 10 മണിയിൽ നിന്ന് 2 മണി വരെ ഞാൻ റെക്കമെൻഡ് ചെയ്ത് 12 മണിക്ക് നിന്ന് 2 മണി വരെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. എന്നുവെച്ചാൽ 12 മണിക്ക് വാദത്തിൽ വാദം, എന്തോന്ന്, അതുമാതിരി വാദത്തിൽ പിത്തം, ഇങ്ങനെയൊക്കെ കാലത്തിൽ കഫമെന്നൊക്കെ. അപ്പോൾ 12 മണിക്ക് നിങ്ങൾ പ്രാണായാമം ചെയ്താൽ വാദക്കാർക്ക് ഉടനെ പിടിവിടും. എന്തോന്ന്? കൈകാലും മുട്ടയൊക്കെ ടൈറ്റായിരിക്കുമല്ലോ, അത് ലൂസാവുന്നത് അവർക്കറിയാം. എന്തോന്ന്? അതിൻ്റെ ശേഷം ആയിൽ ചില ഹെർബൽ പൗഡർ, അതായത് ഹെർബൽ പൗഡർ ആക്ച്വലി ഫുഡ് സപ്ലിമെൻറ്റ്സ് കണ്ടെയ്നിങ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. മനസ്സിലായ? അപ്പോൾ നെർവസിന് എന്താണെന്ന് വെച്ചാൽ കാൽസ്യം, ഫോസ്ഫറസ് വേണം. അതിൻ്റെ കൂടെ എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ചെയ്യാൻ പിന്നെ ഇത് വൈറ്റമിൻ സി, നെല്ലിക്ക, ഓറഞ്ച്, ലെമൺ. അടുത്തത് വന്ന് അവിടെ സ്ട്രെങ്ത് വേണം. സ്ട്രെങ്ത് വേണമെങ്കിൽ എന്ത് വേണം? അയൺ വേണം. മനസ്സിലായ? ഇതൊക്കെ വയസ്സായവർ കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലൊക്കെ വയസ്സായവർ യൂസ് ചെയ്യുന്നുണ്ടോ? ചെയ്തെങ്കിൽ വാങ്ങിച്ച് ഡൈനിങ് ടേബിളിൽ വയ്ക്കണം. അതൊന്നും ഇപ്പോൾ നിങ്ങൾ വന്ന് ഇതൊക്കെ വാങ്ങിച്ച് ഡൈനിങ് ടേബിളിൽ വെച്ചാൽ നിങ്ങളുടെ അമ്മ കഴിക്കും, അല്ലെങ്കിൽ അഴുകിപ്പോകും, ദൂരയിടണമെന്ന് പറഞ്ഞ് കഴിക്കണ്ടോ. വയസ്സായവർക്കാണ് അർജൻറ്റ്. എന്തോന്നും? സോ ഇത് വാദം, അത് അതേമാതിരി പിത്തത്തിന് വെച്ചാൽ അത് കഫം കൂടുതലുള്ളവർ വൈകുന്നേരം പ്രാണായാമം ചെയ്യണം. എന്തോന്നും? കഫം കൂടുതലുള്ള ഞങ്ങൾക്ക് നാടി പിടിച്ച് നോക്കാൻ അറിഞ്ഞൂടാ. ഓവർ വെയിറ്റ് ഉള്ള എല്ലാം കഫപാടി. എന്തോന്നും? ഫസ്റ്റ് അതായത് വാദപിത്ത കഫം ഡയഗ്നോസിൽ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ടെക്നിക്ക് എന്ന് വെച്ചാൽ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് കഫം, കറക്റ്റ് വെയിറ്റ് ഉള്ളവർ പിത്തം, ലെസ് വെയിറ്റ് ഉള്ളവർ വാദം. എന്തോന്ന്? അപ്പോൾ ഇപ്പം മനസ്സിലായി. പ്രാണായാമം എപ്പോൾ ചെയ്യണം? നിങ്ങൾക്ക് എപ്പം ചെയ്യണം? ഇപ്പോൾ അപ്പോൾ നിങ്ങൾ കാലത്ത് ചെയ്താൽ ഇംബാലൻസ് ഇന്നും കൂടുതലേ ചെയ്യും. അപ്പോൾ ഈ പ്രാണായാമം ടീച്ചേഴ്സ് ഇത് പറയണമോ പറയണ്ടേ? കാരണം വെച്ചാൽ അവർ ഈ സിദ്ധാവും വർമ്മവും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ പറയില്ല. അവർ അറിഞ്ഞാലേ പറയും.